ക്ലാസ് ഇല്ല. ഞാൻ കുറെ പണിയെടുത്തു ഗൈസ്. ക്ലാസ് അടിച്ച് അവിടെ ബെഞ്ച് അറേഞ്ച് ചെയ്തു കുറെ പണിയെടുത്തു. പക്ഷെ ഞാൻ പൊട്ടിക്കുള്ളൂ കുഴപ്പമില്ലല്ലേ. ഇർഫാൻ ഒരു കളി പൊട്ടിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഈ കളി എന്ത് വില കൊടുത്തു ഞാൻ തന്നെ ജയിക്കും. നോക്കാം. ഇർഫാനെ അർഹം നിന്നെ ജയിപ്പിക്കുമെന്ന് നിനക്ക് എന്താണ് പറയാനുള്ളത്? കളി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സത്യാവസ്ഥ. കളി ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. 20 മിനിറ്റാണ് കളി. 20 മിനിറ്റാണ്. 20 മിനിറ്റ് ആരാണ് ജയിക്കണേ നമുക്ക് നോക്കാം. അയ്യോ സോറി, 10 മിനിറ്റാണ്. 10 മിനിറ്റിന് ശേഷം ഞാൻ ഇർഫാനെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ. ഇർഫാനെ പൊട്ടിച്ചാൽ ഞാൻ ഈ കണ്ണട ഇങ്ങനെ അല്ലെങ്കിൽ ഈ കണ്ണട ഞാൻ കളയും. ഈ കണ്ണട ഇട്ട ഒരു വ്ളോഗിൽ തന്നെ കാണാൻ പറ്റില്ല. കളി കഴിഞ്ഞാൽ കൂടുതൽ വർത്താനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത്രേ ഉണ്ടാവുള്ളൂ. അതൊക്കെ മനസ്സിലായി. തോക്കുന്നു ഇപ്പോഴേ മനസ്സിലായി. അല്ലെങ്കിൽ ഈ കണ്ണട എന്റെ തലയിൽ ഉണ്ടാവില്ല. ഇർഫാൻ വെക്കും ഈ കണ്ണട. ജയിക്കുന്ന ഒരു കണ്ണട വെച്ചിട്ട് വീഡിയോ ചെയ്യും. ഇവിടെ വെച്ചു അണ്ണന്റെ ശരിക്കും വായി പോയിട്ട് എടുക്കാം. മോഹൻലാലിന്റെ മൊട്ടത്തലയാണ്. ആദ്യക്ക് ആരിലാണ് പ്രതീക്ഷ? ആര് ജയിക്കും എന്നാണ് പ്രതീക്ഷ? ഇവര് മാച്ച് കളിക്കാൻ പോണം. അപ്പൊ ആര് ജയിക്കും എന്നാണ് എനിക്ക് ഒരു പ്രതീക്ഷ. ഇർഫാനും അർഹം. കറന്റ് സിറ്റുവേഷൻ നോക്കി പറ. കറന്റ് സിറ്റുവേഷൻ രണ്ടുപേരും കട്ടക്ക് തട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അടിക്കുന്നില്ല. സമനിലയിലാണ് നിൽക്കുന്നത്. ഓക്കെ. ഇർഫാൻ ഗൈസ് മാച്ചിൽ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇർഫാൻ തോറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അർഹം പറഞ്ഞ പോലെ ജയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നടന്നത് നാടകീയമായ രംഗങ്ങളായിരുന്നു. ഇർഫാനെ എന്ത് സംഭവിച്ചു നിനക്ക്? കളി തുടങ്ങിയപ്പോ തൊട്ട് കരയണാണ്. അടുത്ത റീല് വെച്ചോ വെച്ചോ. ഇർഫാനെ എന്താണ് പറയാനുള്ളത്? തോറ്റത് ഓക്കെ. എന്താണ് പറയാനുള്ളത്? ഇതുപോലത്തെ ലെങ്തി വീഡിയോസ് ഒക്കെ ഇടാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ.